വാ. എല്ലാ കുരിശുകളും പോയി, ഇനി നമ്മൾ രണ്ടും മാത്രം. ആ പോവാം. താൻ ഇവിടെ കയറിയിരിക്കുന്നത് ഇങ്ങോട്ടോ? സോറി സാർ. പോയി പുറകെ കയറോ? ജുബായി വിട്ട് താടിയും വെച്ച് ഇറങ്ങിയിരിക്കാണ്. ആ കോശി, എന്താ സാർ? തന്റെ മോൾ ഒളിച്ചോടി പോയതിൽ യാതൊരു അതിശയവും ഇല്ല. അതെന്താ അങ്ങനെ? എടോ, ആ കൊച്ചു ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് ആ തള്ളയുടെ മുഖത്തൊരു റിയാക്ഷൻ ഇല്ലോടൂ. ഇതെന്തൊരു തള്ളയാടൂ? സാർ ഒരു കാര്യം, താൻ മിണ്ടരുത്, ഒരു അഭിപ്രായം പറയണ്ട. അങ്കിൾ പറയൂ. ബേക്കറി ജംഗ്ഷൻ വഴിയാണോ? ബേക്കറി ജംഗ്ഷൻ വഴിയാക്കാം. എന്നെയും കൂടെ ഒന്ന്. പിന്നെ എന്നെ കയറിക്കോളൂ. അങ്കിൾ ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല. ഇല്ല ബുദ്ധിമുട്ടില്ല. കാരങ്ങോടൊന്ന്. സാർ ഇങ്ങനെ ഇരുന്നാൽ ഗിയർ ഇടാൻ പറ്റില്ല. ഗിയർ ഇടാൻ പറ്റുന്നില്ലെന്നോ? ഗിയറൊക്കെ ഞാൻ ഇട്ടോളാം. ഏത് ഗിയർ? റിവേഴ്സ് ചെയ്യാട്ടോളാം. വീണില്ല സാർ. ഇപ്പൊ ശരിയായല്ലോ. എടോ കോശി, എന്താ സാർ? തന്റെ ഭാര്യ ചെയ്ത ഒരു തെറ്റ് ഞാൻ കണ്ടുപിടിച്ചു. 10-250 പവൻ ഒരു വീട്ടിൽ സൂക്ഷിക്കാന്ന് പറയുന്നത് ശരിയാണോ? വല്ല കള്ളന്മാരും വന്ന് മോഷ്ടിച്ചോണ്ട് പോയി ഞങ്ങൾ പോലീസുകാരും വേണ്ടി അതിന്റെ പുറകെ ഓടാൻ അല്ലേ അങ്കിളേ? സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. വിവരമുള്ളവർക്കല്ലേ ഇത് മനസ്സിലാവും. വീട് എവിടാന്നാ പറഞ്ഞത്? ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വലത്തോട് തിരിയുമ്പോ രണ്ടാമത് കാണുന്ന പച്ച പെയിന്റ് അടിച്ച 2 നില വീട്. പച്ച പെയിന്റ് അടിച്ച 2 നില വീട്. മുറ്റത്തൊരു തെങ്ങുണ്ടല്ലേ? ഇത് അങ്കിളിനോട് പറഞ്ഞുകൊണ്ട് മാത്രം തന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വേറെ ആരോടെങ്കിലും ആണെങ്കിൽ അടിച്ചു എന്റെ കർണ പൊട്ടിച്ചന്. ഏത് സ്വഭാവക്കാരെന്നറിയില്ലല്ലോ. ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. ആഹാ, മീശമാധവന്റെ പാട്ടാണല്ലോ. ഹലോ. ഒരു സാറേ, 1 മിനിറ്റ്. 2 മിനിറ്റ്. ഞാൻ ബേക്കറി ജംഗ്ഷൻ വഴി വരുന്നില്ല, വേറെ ഒരു വഴി ഇങ്ങനെ. ശരി, അതുവഴിയായിരുന്നു നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷം. ഇനി ഒരിക്കലാവാ സാർ. ഇനി ഒരിക്കൽ ആയിക്കോട്ടെ. ചെയ്തു തന്നതിനെല്ലാം വളരെ ഉപകാരം. സാർ പോവാം. ഈ പോയത് ആരാണെന്നറിയൂ? അയാൾ ആരാണെന്നറിയൂ? ഇയാളുടെങ്കിലല്ലേ? എന്റെ ആരുമല്ല സാർ. തന്റെ ആരുമല്ലേ? അപ്പൊ ഈ വീട്ടുകാരന്റെ ആണോ? അവരുടെ അങ്കിള്, ചിലപ്പോ അവരുടെ അങ്കിളായിരിക്കാം എന്ന് അവര് പറഞ്ഞു. എന്റെ പൊന്ന് സാറേ, അവനൊരു പെരും കള്ളനാണ്. വീട് കവർച്ചയാണ് അവന്റെ പ്രധാന തൊഴിൽ. മോഷണ കേസിലെ പ്രതിയാണ് സാർ. എങ്കിൽ തനിക്കത് ഇത്തിരി മുമ്പ് പറയാമായിരുന്നില്ലേ? എന്നെ എന്തെങ്കിലും പറയാൻ സമ്മതിക്കണ്ടേ? ഇന്നു മുതൽ തനിക്ക് അഭിപ്രായം പറയാം. വണ്ടി എടുക്കണോ? പത്രം എടുത്തു നോക്കിയ ആക്സിഡന്റും കൊലപാതകവും മാത്രമേ ഉള്ളൂ. എത്ര നല്ല ആൾക്കാരാ പോകുന്നത്. എൻ്റെ അളിയൻ ശിവന്റെ പടം എന്നാണോ എനിക്കിങ്ങനൊന്ന് കാണാൻ പറ്റുന്നത്. ഇത് അവന്റെ ശബ്ദമല്ലേ? അയ്യോ, ശരീരി, ഇനി അവൻ ശരിക്കും തട്ടിപ്പോയോ? ഇവിടെ ഇല്ലേ? ഓസിനെ തിന്ന് ആശ തീരാത്ത ആത്മാവ്, സൂക്ഷിക്കണം. നീ ചത്തില്ലേ? പോവൂല അളിയ, അങ്ങനെ ഒന്നും പറയില്ല അളിയ. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. എന്തെങ്കിലും കഴിക്കാൻ നിന്നാ മതി, അല്ലെങ്കിൽ ഞാൻ വിശന്ന് ചത്തുപോകും. നീ എന്നോട് ചെയ്തു വെച്ച് നോക്കിയാല് നീ പട്ടിണിയടന്നല്ല, പിന്നെ പുഴുത്താ ചാകണ്ടത്. അളിയ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. വേണ്ടേ? അകത്തിന്ന് വല്ലതും കഴിച്ചോ, എന്നിട്ട് വേഗം സ്ഥലം വിട്ടോണം. അളിയ, അളിയൻ എന്റെ ദൈവമാണ് അളിയ. ഒരു 200 രൂപ വരൂ. എന്തിനാ? അളിയന്റെ പേരിൽ ഒരു നീരാഞ്ജനും പുഷ്പാഞ്ജലിയും കഴിക്കാനാ. ഒറ്റ അലക്കലക്കുണ്ടല്ലോ, അകത്ത് പോലും കേട്ടിട്ട് പോടാ. വേണ്ടെങ്കി വേണ്ട. രാവിലെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് പറ്റിക്ക് ഇറങ്ങിയേക്കുക. നാണക്കേടായി. എന്റെ കൃഷ്ണ, അളിയന്റെ ഈ വർത്തമാനം കേട്ടിട്ട് നാണം കെട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണോ, അതോ ന്യൂ ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കണോ? ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. പക്ഷേ കാശ് വേണ്ടേ? യൂ, അടിച്ചു മാറ്റാനോ? പാവമല്ലേ? അങ്ങേക്ക് നിർബന്ധമാണെങ്കിൽ അടിയനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് അളിയന്റെ മുറിയല്ലേ? ആരുമില്ല. അളിയന്റെ തല പോലെ തന്നെ ഒന്നുമില്ല. ഓ, അയ്യോ ചേച്ചി. ശിവ, നീ എന്താടാ ഇതിനകത്ത്?
ഞാൻ അടുക്കളയിൽ പോയി നോക്കി ചേച്ചീനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. അപ്പൊ കണ്ടില്ല. അപ്പൊ വെറുതെ ഈ വഴിക്ക് അങ്ങോട്ട് കേറി. നീ അളിയനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ? അതന്നല്ലേ. അതുകൊണ്ട് ഞാനിപ്പോ അളിയന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞല്ലോ. ആഹാ, എന്നിട്ട് അളിയൻ സമ്മതിച്ചോ? എന്റെ അളിയൻ സമ്മതിച്ചു. എന്നാ വന്ന് ഭക്ഷണം കഴിക്കും. വേണ്ട, ചേച്ചിയുടെ ഈ മുഖം കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയേ? അല്ല, എന്റെ ചെസ് ബോർഡ് ഇവിടെ ആയി പോയി, അത് എടുക്കാൻ വേണ്ടി വന്നതാ. നിന്റെ ചെസ് ബോർഡ് കിട്ടിയോ? കിട്ടി. എന്നാ അങ്ങ് പോ. ആ ശല്യം. സഭ പിരിഞ്ഞു. നിയമസഭ കൂടി അരമണിക്കൂറിന് ശേഷം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പിരിയാനാണ് പിന്നെ ഇവരൊക്കെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നത്? എന്തെങ്കിലുമൊക്കെ ഈ സഭയൊന്ന് സമാധാനത്തിൽ പിരിഞ്ഞു എന്ന് കേട്ടാ മതിയായിരുന്നു. വീട്ടുടമസ്ഥന്റെ മുന്നിലൂടെ പോയി കള്ളൻ വീട് കൊള്ളയടിച്ചു. എന്ത് കഷ്ടമായത്. നീ ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ? അല്ല, ഞാൻ പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ നാണം കെട്ട് കഴിക്കണേ നല്ലത് തൂങ്ങിച്ചാകാൻ പാടില്ലേ. ഓ, അപ്പൊ നീ അഭിമാനിയാണ്. ഓ, ഞാൻ ആ ന്യൂ ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ഓ ആ ആ ആ പിന്നെ എന്താ പറ്റിയത്? ന്യൂസ് സ്റ്റേഷനൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ആട്ടെ, ഭക്ഷണത്തിന്റെ കാശ് ലാഭമായി. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കാനിറങ്ങിയ പോലീസുകാരെ മദ്യലഹരിയിൽ മണിയേട്ടാ, ആശുപത്രിയിലാക്കി. ഒരു വിധത്തിലല്ലേ നമ്മൾ അവനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്? എന്നിട്ട് ഇപ്പൊ എന്തിനാ അകത്തോട്ട് കയറ്റിയത്? ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എങ്ങനെ അടി? ഒന്നും പറയണ്ട. എങ്ങനെയെങ്കിലും അവന്റെ കാശ് കൊടുത്ത് ആ ശല്യം ഒഴിവാക്കാൻ നോക്ക്. അങ്ങനെ കാശ് കൊടുക്കണമെങ്കിൽ എനിക്ക് വല്ല ലോട്ടറി അടിക്കണം. എന്തത്? അടിച്ചടാ മണി മണി അടിച്ച് അടിച്ച്. ലോനപ്പഞ്ചേട്ടന്റെ സ്വഭാവം വെച്ച് ആരായാലും ഒരു അടി അടിക്കും. അതല്ലടാ, ഞാൻ വിറ്റ ഏതോ ലോട്ടറിക്കാണ് ഇപ്പോഴത്തെ 1ാം സമ്മാനം 1 കോടി. കലക്കി ചെലവ് ചെയ്യണം അല്ലേടി? ഒന്ന് ചുമ്മാരിക്കും. എടാ, നീ ഒരു ലോട്ടറി എടുത്തിരുന്നല്ലോ. ആ ടിക്കറ്റിനാണ് 1ാം സമ്മാനം. ചിലപ്പോ ആയിരിക്കും. നീ എടുത്ത ലോട്ടറിക്കായിരിക്കും 1ാം സമ്മാനം. നീ ടിക്കറ്റ് എടുത്തിട്ട് വാ, പെട്ടെന്ന് എടുത്തിട്ട് വാ. എന്താ നിന്റെ പേര്? വാസന്തി. നീ അകത്ത് പോയി എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ ലോട്ടറി ടിക്കറ്റ് കിടപ്പുണ്ട്, എടുത്തിട്ട് വാ. ചേട്ടാ, അയ്യോ, എന്റെ മണിയേട്ടൻ എന്നെ അടിക്കണേ. ഈ നമ്പറിനാണ് 1ാം സമ്മാനം. ഈ നമ്പർ എന്റെ നമ്പരായി. കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഈ നമ്പർ എന്റെ തന്നെ. വാസന്തി, പെട്ടെന്ന് എടുത്തിട്ട് വാടി. അയ്യോ, ഞാൻ ടിക്കറ്റ് വിറ്റ് എല്ലാരും അടുത്തും പോയി. അവർക്കൊന്നും അല്ല, നിനക്ക് തന്നെ. ഉറപ്പാ, ഉറപ്പ്. എനിക്ക് തന്നെയാ. മണിയേട്ടാ, ഈ ഷർട്ടല്ലേ, ഇതിനകത്തൊന്നും ഇല്ല. ഇതിനകത്തില്ല. ഒരു 850 രൂപ ഉണ്ടായിരുന്നു, അതും കാണുന്നില്ല. ചേട്ടാ, രൂപ പോയെങ്കിൽ പോട്ടെ, നീ ആ ടിക്കറ്റ് കണ്ടുപിടിക്കും. ആരായിരിക്കും എടുത്തിട്ട് പോയത്? ആ ശിവനില്ലേ, നിങ്ങളുടെ അളിയൻ. അവനാ മുറിക്കകത്ത് കിടന്ന് കറങ്ങുന്ന കണ്ടു. അപ്പൊ അവൻ തന്നെ ശിവൻ തന്നെ. ആരാ ഈ ശിവൻ? ഇവളാങ്ങളാ. അവൻ ആ രാജപ്പന്റെ കടയിൽ ഇരിക്കുന്നു മണി. അങ്ങനെയാണ് ഇപ്പൊ പോയ അവനെ പൊക്ക. നീ മാറ്. ഞാനും നീ വാ. അണ്ണാ, ഓട്ടോ അപ്പൊ എന്റെ സൈക്കിളാ. സൈക്കിൾ എടുത്ത് കളയണ. അണ്ണന് ഞാൻ പുതിയ കാർ മേടിച്ചു. കളയാല്ലേ? വിട്ടോടാ, വിട്ടോ. വണ്ടി എടുത്തോ, വിട്ടോ. പെട്ടെന്ന് കയറി. മണിയേട്ടാ, ഞാനും ഉണ്ട്. വേഗം വാ, വേഗം. ഓടി വന്ന് കയറി. കൃഷ്ണ, പെട്ടെന്ന് വിട്ടോ, പെട്ടെന്ന് വിട്ടോ. ഒന്ന് വേഗം. പൊന്നെ, 1 കോടി രൂപയാ. ഈശ്വരാ, ആ തലതിരിഞ്ഞ ശിവൻ അവിടെ തന്നെ ഉണ്ടാവണേ. ഞാൻ ടിക്കറ്റ് വിറ്റ് എല്ലാരും അടുത്തും പോയി. അവർക്കൊന്നും അല്ല, നിനക്ക് തന്നെ. ഉറപ്പാ, ഉറപ്പ്. മണിയേട്ടാ, ഈ ഷർട്ടല്ലേ, ഇതിനകത്തൊന്നും ഇല്ല. ഇതിനകത്തില്ല. ഒരു 850 രൂപ ഉണ്ടായിരുന്നു, അതും കാണുന്നില്ല. ചേട്ടാ, രൂപ പോയെങ്കിൽ പോട്ടെ, നീ ആ ടിക്കറ്റ് കണ്ടുപിടിക്കും. ആരായിരിക്കും എടുത്തിട്ട് പോയത്? ആ ശിവനില്ലേ, നിങ്ങളുടെ അളിയൻ. അവനാ മുറിക്കകത്ത് കിടന്ന് കറങ്ങുന്ന കണ്ടു. അപ്പൊ അവൻ തന്നെ ശിവൻ തന്നെ. ആരാ? ഈ ശിവൻ ഇവളാങ്ങളാ. അവൻ ആ രാജപ്പന്റെ കടയിൽ ഇരിക്കുന്നു മണി. അങ്ങനെയാണ് ഇപ്പൊ പോയ അവനെ പൊക്ക. നീ മാറ്. ഞാനും നീ വാ. അണ്ണാ, ഓട്ടോ അപ്പൊ എന്റെ സൈക്കിളാ. സൈക്കിൾ എടുത്ത് കളയണ. അണ്ണന് ഞാൻ പുതിയ കാർ മേടിച്ചു. കളയാല്ലേ? വിട്ടോടാ, വിട്ടോ. വണ്ടി എടുത്തോ, വിട്ടോ. പെട്ടെന്ന് കയറി. മണിയേട്ടാ, ഞാനും ഉണ്ട്. വേഗം വാ, വേഗം. ഓടി വന്ന് കയറി. കൃഷ്ണ, പെട്ടെന്ന് വിട്ടോ, പെട്ടെന്ന് വിട്ടോ. ഒന്ന് വേഗം. പൊന്നെ, 1 കോടി രൂപയാ. ഈശ്വരാ, ആ തലതിരിഞ്ഞ ശിവൻ അവിടെ തന്നെ ഉണ്ടാവണേ.
കഷ്ടം. ആ. കട്ടൻ. മനസ്സിലായി. എനിക്കും. എത്ര ചേട്ടാ? ഈ എന്തൊക്കെയായിരുന്നു റോബി? 3 പൊറോട്ട, 3 പൊറോട്ട, 18. ഒരു കറി, ഒരു കറി 20, 18, 38. ഒരു ചായ. ഒരു ചായ 10, 48. വേറെ ഒന്നുമില്ലേ? പറ്റിലെഴുതിക്കോ. അളിയന്റെ പറ്റിലെഴുതിക്കോ. അളിയന്റെ പറ്റില്ല. നിനക്ക് പറ്റി തരരുന്നല്ലേ പറഞ്ഞേക്കുന്നത്? എന്നാ പിന്നെ മണിയുടെ അളിയന്റെ പറ്റിലെഴുതി. മണികളി അത് ന്യായം. എടാ മണികളി നീ അല്ലയോ? അയ്യാ വെളച്ചിലും കൊണ്ട് വന്നേക്കുക. അല്ല, പുതിയ പറ്റ് തുടങ്ങാലോ. അതിന് നിനക്ക് ഇവിടെ പറ്റില്ലല്ലോ. അല്ല, തുടങ്ങാലോ. ഇപ്പൊ തുടങ്ങാല്ലേ? അത് കൊള്ളാം. നിനക്ക് പറ്റില്ല. നിനക്ക് കാശ് തരാൻ പറ്റുമോ? അപ്പൊ സമ്മതിക്കില്ല. സമ്മതിക്കത്തില്ല. കാശ് കടാ ഇങ്ങോട്ട്. 48 എടുത്തോ. 48. അയ്യോ ചില്ലറ ഇല്ലടാ. ചില്ലറയില്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ പോയി മാറിയിട്ട് വരാം. ഇനി വന്നേ, വെച്ചേ, ഇവിടെ വെച്ചേ. നീ ഏറ്റ കക്ഷിയല്ലയോ? ഒരു കാര്യം ചെയ്യ്, നീ പോകണ്ട, ഞാൻ പോയി അങ്ങ് മാറിയിട്ട് വന്നാലോ? അത് വേണ്ട. 48 രൂപയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലാത്ത ആളല്ലേ ചേട്ടൻ. അപ്പൊ ചേട്ടന് 500 രൂപ കൊണ്ട് പോകുമ്പോ ചേട്ടനെ ഞാൻ അങ്ങനെ വിശ്വസിക്കും? ചേട്ടൻ മുങ്ങിയാലോ? ചിരിക്കല്ലേ. ഇക്കണ്ട വലിയ സ്ഥാപനം വിട്ടിട്ട് ഞാൻ എവിടെ പൊങ്ങാനാ? ഇക്കണ്ട വലിയ സ്ഥാപനം എന്ന് പറയാനായിട്ട് ആകെ 350 രൂപയുടെ ബിസിനസ്സിലെ ഒരു ദിവസം നടക്കണം. 500 രൂപ ഒരുമിച്ച് കിട്ടിയ ചേട്ടൻ മുങ്ങൂലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ പോയി ചില്ലറ മേടിച്ചോണ്ട് വരാം. അതല്ല ഞാൻ പറയുന്നത് കേക്ക്. ഇവിടെ ചില്ലറ ഇല്ല. ആകെ ഇരുന്ന് ചില്ലറ ഒരുത്തം മേടിച്ചോണ്ട് അതിന്റെ 500 രൂപ. മനസ്സിലായല്ലോ? ഞാൻ പോയി ചില്ലറ മേടിച്ചോണ്ട് വരാം. അപ്പൊ നീ മുങ്ങിയാലോ? ഇങ്ങനെ വിശ്വാസം ഇല്ലാണ്ടായി എന്ത് ചെയ്യും? ഒരു പണിയേ, എന്താ ഇപ്പൊ എന്റെ 500 രൂപ കിട്ടോ ഇല്ല എന്നുള്ള ചേട്ടൻ വിശ്വാസം ഇല്ലാത്തത്? എനിക്ക് പേടി. പിടിച്ചേ. ഇപ്പൊ എന്റെ 500 രൂപ ചേട്ടന്റെ കയ്യിലുണ്ടല്ലോ. നിന്റെ 500 രൂപ എന്റെ കയ്യിലുണ്ട്. എന്റെ 500 കിട്ടിയല്ലോ. ഓ യെസ്. ചേട്ടന്റെ ഈ 500 രൂപ ഞാൻ കൊണ്ടുപോയിട്ട് ഇതിന് ഞാൻ ചില്ലറ മേടിച്ചോണ്ട് വരാം. എന്റെ 500 രൂപ ഇവിടെ ഉണ്ടല്ലോ. ചേട്ടന് കിട്ടിയല്ലോ, പേടിക്കാനില്ലല്ലോ. നിന്റെ പൈസ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതിന് ഞാൻ പോയി ചില്ലറ മേടിച്ചോണ്ട് വരാം. രായപ്പൻ ഈ കട നടന്നതേ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതേ ഭയങ്കര ബുദ്ധിയാടാ, പാടാടുത്. പോട്ടെ. നമ്മളടുത്ത് ഒരുപാട് പേരെ കളിപ്പിച്ചിട്ടുള്ള കക്ഷിയാ. 48 രൂപ. അയ്യോടാ, അപ്പൊ തിന്ന പൈസ ഓട്ടോ. പോടാ കാശ്. ഇറങ്ങ വേഗം ഇറങ്ങ. അവൻ ഇവിടെ വന്നൊരു 48 രൂപ പറ്റി എന്നെ പറ്റിച്ചിട്ട് അവൻ പോയി. സ്ഥിരം പറ്റാറുള്ള പറ്റാണല്ലോടാ. ഈ പറ്റിയേക്കുന്നത് നിനക്കാ. അവൻ പറ്റിയ ഞാൻ നിന്റെ പറ്റിൽ എഴുതി അങ്ങ് കൂട്ടും. അല്ല, അവൻ എങ്ങോട്ടാ പോയെന്ന് കണ്ടോ നീ? നിന്റെ അളിയനല്ലേ, അവൻ എവിടെ പോയെന്ന് ആർക്കറിയാം? ദൈവത്തിനോട് വേഗം പോവാ മണിയേട്ടാ. ഇവനിത് എവിടെ പോയി തൊലഞ്ഞു? ആ ശിവൻ ഇങ്ങോട്ട് വന്നായിരുന്നോടാ. അവൻ ഇവിടെ വന്നൊരു 48 രൂപ പറ്റി എന്നെ പറ്റിച്ചിട്ട് അവൻ പോയി. സ്ഥിരം പറ്റാറുള്ള പറ്റാണല്ലോടാ. ഈ പറ്റിയേക്കുന്നത് നിനക്കാ. അവൻ പറ്റിയ ഞാൻ നിന്റെ പറ്റിൽ എഴുതി അങ്ങ് കൂട്ടും. അല്ല, അവൻ എങ്ങോട്ടാ പോയെന്ന് കണ്ടോ നീ? നിന്റെ അളിയനല്ലേ, അവൻ എവിടെ പോയെന്ന് ആർക്കറിയാം? ദൈവത്തിനോട് വേഗം പോവാ മണിയേട്ടാ. ഇവനിത് എവിടെ പോയി തൊലഞ്ഞു? എടാ നാണം വേണോടാ, നാണം. എന്നും എന്റെ കടയിലെ ഒന്ന് പറ്റിച്ചിട്ട് പോകല നിന്റെ പരിപാടി. ഇന്ന് ഞാൻ നിന്നെ വിടൂല. പിന്നെ തരാനൊക്കെ പിന്നെ തരാമെന്ന് പറയുന്ന ഈ പന്നത്തര ആദ്യം നീ നിർത്ത്. നാറ്റിക്കല്ലേ, എല്ലാരും കാണും. നിനക്ക് പറ്റാം, നമ്മളെ പറ്റാം. നിന്നെ നാറ്റിക്കാൻ പാടില്ലല്ലേ? എന്താ സൈനൂത്? എവിടെ കൈവിട്, അവനെ വിട്. അവൻ കാശ് തരാണ്ടെങ്കിൽ തരും, നമുക്കറിയാലോ. അവൻ കാശ് തരും, അല്ലെങ്കിൽ നമ്മള് വാങ്ങിക്കും. ഇജ്ജിപ്പ തരും. ഞാനിന്ന് തരും. കണ്ട ആമ്പിളര് പറ്റിട്ട് പറ്റി തീർക്കണ കണ്ട. ഇവൻ കാശ് തരണോണ്ട് ഇജ്ജ് രക്ഷപ്പെട്ട്. പൊക്ക നാണം കേട്ടവന്മാര്. സൈനോ, അപ്പൊ ഞാൻ എത്ര മണീസ് തരാനുണ്ട്? ഇപ്പൊ നോക്കാം. നോക്കൂ. കള്ളക്കണക്കൊന്നും കൂട്ടല്ലേ, നമ്മള് പാവപ്പെട്ടവരാണേ. എത്രയാ? 322 രൂപ. 322 രൂപ. ഒരു പണി, അതിനകത്ത് ഒരു 200 രൂപ അങ്ങോട്ട് വെട്ടിക്കോ. 200 രൂപ വെട്ടിക്കോ. വെട്ട് മറന്നു. ഓക്കെ. പിന്നെടാ, എനിക്ക് ഇപ്പൊ കുറച്ച് സാധനങ്ങൾ വേണം. തരാലോ. ഒരു യാത്ര പോകാനാണ്. ആദ്യം ആ പാട്ടങ്ങൾ എപ്പൊ നിർത്തിന്ന് ചോദിച്ചാതിയെന്ന്. ആ ടൂത്ത് പേസ്റ്റ് ഒരെണ്ണം കൊടുത്തോ. വില കൂടിയ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ടൂത്ത് ബ്രഷ് ഒരെണ്ണം. ടൂത്ത് ബ്രഷ് ഒന്ന്. സോപ്പ് ഒരു 3 കൊടുത്തോ. സോപ്പ് 3? എന്തിനാ?
പല്ലൊരു നേരത്തേക്കുള്ളേ, പക്ഷെ കുളി 3 നേരം. ഓ എവിടെ സോപ്പ്? പിന്നെന്താ ഒരു ദാ, പിന്നെ 3 സോപ്പ്. കളർഫുൾ ആയിട്ടിരിക്കണ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ, അത് തണുത്തതുണ്ടോ? തണുത്തതില്ലടാ. തണുത്ത എനിക്ക് ഇഷ്ടമല്ല. അതൊരു 4-4 എടുത്തോ. യാത്ര കളർഫുൾ ആയിക്കോട്ടെ. ഇവിടെ ആ ക്ലോക്കും കൂടി ഇഞ്ഞെടുത്തോ. ക്ലോക്ക് വെക്കാനുള്ളതല്ല. എന്നാ വേണ്ട. പിന്നെ തോർത്തുണ്ടല്ലോ. തോർത്തുണ്ട്. കളർഫുൾ, എല്ലാം കളർഫുൾ. എല്ലാം കളർഫുൾ തോർത്ത് ഒന്ന് മതി. അച്ചപ്പവും കുഴലപ്പവും എങ്ങനെയുണ്ട്? അച്ചപ്പം കോയിലപ്പം ഫ്രഷ് ആണ്. ഒരു വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നത് പോയല്ലേ. സൂപ്പർ ടേസ്റ്റ് അല്ലേ? ഇതൊക്കെ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കല്ലോ. പിന്നെ പേസ്റ്റ് മേടിച്ചു, ഉമ്മിക്കരിയും കൂടി തന്നേക്ക്. പേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ഉമ്മിക്കിരി? ഈ പേസ്റ്റ് ഇട്ട് തേക്കണേന്റെ അഴുക്ക് പോകാൻ വേണ്ടിട്ട് പിന്നെ ഉമ്മിക്കരി ഇട്ടത്. ഓ അങ്ങനെ വിടുക്കൻ. എടുക്ക. അപ്പൊ ഇപ്പോഴത്തെ കണക്കൊന്ന് പറഞ്ഞേ. ഫോൺ ഓണായിരുന്നു. ഹലോ, ബാങ്കിന്നാ? ഞാൻ വരും. അതൊക്കെ മാനേജറുമായിട്ട് ഞാൻ സംസാരിച്ചല്ലേ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ വന്ന് ഒപ്പിട്ടതാ പോരെ. അങ്ങനെ പറയല്ലേ. ഈ എമൗണ്ട് മൊത്തം ഞാൻ ആ ബാങ്കിൽ തന്നെ ഇടുന്നത്. ഓക്കെ, ശരി. ഇനി അവന്മാര് വിളിച്ച് ശല്യം ചെയ്യരുത്. സ്വിച്ച് ഓഫ്. എന്താടാ ശിവ, അനക്ക് ലോട്ടറി അടിച്ചാ? ചെലപ്പോ അടിക്കും. ഒരു പടി, ഇതെല്ലാം കൂടി ആ സഞ്ചിക്കകത്ത് കിട്ടും. സഞ്ചിക്ക് കാശുണ്ട് കേട്ടാ. ആന മേടിക്കാമെങ്കിൽ പിന്നെ തോട്ടി മേടിക്കാനാണോ പാട്? ഇതും കൂടി അങ്ങോട്ട് കിട്ടോ. എല്ലാം ഭദ്രമായിട്ട് ഇടണേ, ദൂരയാത്രയാണേ. നേരത്തെ പറ്റില്ല, ഞാൻ 200 രൂപ അങ്ങോട്ട് തന്നു. ഇപ്പൊ ബാക്കി മൊത്തം എത്രയായി? പകയത് കൂട്ടണ? പഴയതിൽ 200 ഞാൻ അങ്ങോട്ട് തന്നില്ലേ? പകതില് 122 രൂപ ഇങ്ങോട്ട് തരാണ്ട്. അതവിടെ നിക്കട്ടെ. ഇപ്പോഴത്തെ എത്രയായി? 100, 150, 200, 310 രൂപ. 310 രൂപ. അപ്പൊ ഒരു പണി ചെയ്തേ, ഒരു 200 രൂപ ഇങ്ങോട്ട് തന്നേ. 500ന്റെ കയ്യില്. അതാണ്. അപ്പൊ ആകെ മൊത്തം പറ്റിന്ന് ഒരു 100 രൂപ കുറച്ചേ. നോക്കണേ, കണക്കാണ് തെറ്റത്. അപ്പൊ മൊത്തം പറ്റ് 220, 110, 330. എഴുതി വെക്ക്. ശിവൻ 330. നീ കൃത്യമായിട്ട് എഴുതി വെക്ക, അല്ലെങ്കിൽ നീ മറന്നു പോകും. അതുകൊണ്ടാണ് ശിവൻ 330. വരട്ടെ. അല്ല ശിവ, കണക്കിൽ പെശകുണ്ട്. അല്ല, പെശകണ്ടെന്ന് നിനക്ക് തോന്നണതാണ്. എന്റെ കണക്കൂട്ടല് കറക്റ്റാ. അല്ല, ഓട്ടോ ശിവ, അവൻ പൊക്കളഞ്ഞു. അല്ല സുന്ദര, ഒരു സംശയം. പഴയ പറ്റ് 322, അതിൽ 200 തന്നു, ബാക്കി 122. പുതിയ പറ്റ് 310, അതിൽ 100 തന്നു, അതിൽ 210 രൂപ ബാക്കി. അപ്പൊ എങ്ങനെ കണക്ക് ശരിയാവും? സൈനിക 322 രൂപ പഴയ കണക്ക് 200 തന്നു, ബാക്കി 122. പുതിയ പറ്റ് 310, അതിൽ 100 പുള്ളിക്കാരൻ തന്നു, ആകെ മൊത്തം 310. ആ കണക്ക് ശരി. പക്ഷെ 200 രൂപ ഇക്കയുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങി. അതിൽ നിന്ന് 100 രൂപയാണ് തിരിച്ചു തന്നത്. ഇക്കയ്ക്ക് അവൻ മൊത്തം തരാനുള്ളത് 532 രൂപ. എന്റെ റബ്ബേ, അവനെ പറ്റിക്കുമായിരുന്നോ? എടാ കള്ള ഹിമാറേ, 2 മിനിറ്റ് കൊണ്ട് നീ 400 സമ്പാദിച്ചു. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവൻ എന്തോരം കാശുണ്ടാക്കും. അല്ലാ, മണിയുണ്ടേൽ മറിയില്ല ഭൂലോകം. മണി മാറ്റേഴ്സ്.